ഞാൻ തിരികെത്താം. ബി.ജെ.പി നേതാവ് പി ശ്യാംരാജ് കൂടി നമുക്കൊപ്പം. ശ്യാംരാജ്, പ്രശാന്ത് ശിവനോട് പറഞ്ഞിരുന്നു പരാതി എന്നാണ് അല്പം മുൻപ് ന്യൂസ് 18നോട് തന്നെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ട്രാൻസ് യുവതി അവന്തിക പറയുന്നത്. വളരെ കൃത്യമായി പരാതി എവിടെ എന്ന് ചോദിച്ചവർക്ക് മുന്നിലേക്ക് ആ പരാതി നൽകുകയാണ്. എന്തുകൊണ്ട് ഇത്രകാലം പറഞ്ഞില്ല? കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു, ഭയമായിരുന്നു എന്ന് പറയുന്നു. പലരും പുറത്തേക്ക് കാര്യങ്ങൾ പുറത്തുവിടാത്തത് ഈ ഭയം കൊണ്ടാണ് എന്നുള്ളതിന് തെളിവ് നേരത്തെ ഹണി പറഞ്ഞതുപോലെ എങ്ങനെയാണ് സൈബർ ലോകത്ത് നടക്കുന്ന ഈ ആക്രമണം എന്നത് മാത്രം മതി. അത് ഏതൊക്കെ തരത്തിലാണെന്ന് കണ്ടാൽ പേടിക്കുന്ന തരത്തിലാണ്. സ്വാഭാവികമായിട്ട് ഈ പുറത്തു പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ, ഇത്രകാലം സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ പരാതി നേരത്തെ എത്തിയതാണെങ്കിൽ അത് ആ തരത്തിൽ എന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയാതെ പോയി? അപർണ, ഈ ഒരു സമയത്ത് ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ പോലും ഇല്ലാത്തൊരു വ്യക്തിയായിട്ടുള്ള ഒരാള് ചെയ്ത ഒരു കുറ്റത്തിന് ബി.ജെ.പി എന്തിന് പരാതി കൊടുത്തില്ല എന്നുള്ള ചോദ്യം തന്നെ ബാലിശമാണ്. ഞാൻ അതിലോട്ട് വരാം, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാം. ഞാൻ ചോദിച്ചത് പാലക്കാടാണ്. പാലക്കാട് നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപർണ വെറുതെ നിങ്ങളുടെ ഈ ഇന്നത്തെ ദിവസം ഈ വിഷയത്തിലെങ്കിലും വെറുതെ അപർണയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചോണ്ട് വരരുത്. ഞാൻ എന്റെ ഉത്തരത്തിലോട്ടാണ് വരുന്നത്. ഇന്നത്തെ ദിവസമെങ്കിലും നിങ്ങൾ ഞാൻ ഉത്തരത്തിലോട്ടാണ് വരുന്നത്. വെറുതെ പറയില്ല അപർണ. നിങ്ങളെല്ലാം കാണുന്നില്ല. നിങ്ങൾ സമയത്ത് സംസാരിക്കാൻ അനുവദിക്കുന്നത് അതിന്റെ ഉത്തരമാണ് ഞാൻ ഇടപെടരുത്. ഇല്ല, ഇത് ശരിയല്ല. നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് നിങ്ങൾ ഇടയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പാടില്ല. പറഞ്ഞു വരുന്ന ഉത്തരത്തിലേക്കാണ്. അത് പറയാൻ വേണ്ടിയുള്ള സമയം തരണം. ഓക്കെ, ഇതിനകത്ത് ബാക്കിയുള്ള ആളുകൾ ആരും പറയുമ്പോൾ നിങ്ങൾ ശബ്ദിച്ചില്ലല്ലോ. നമുക്ക് കൂടുതൽ പ്രശ്നം എന്താണ്? ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പരാതികൾ ഇന്നലെയൊന്നും വന്നതല്ല. ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ ഇതിനു മുമ്പ് തന്നെ വന്നിട്ടുണ്ടെന്ന്. ഇത് ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ തെളിവെവിടെ എന്ന് ചോദിക്കുന്നത് മാത്രമല്ല, ആദ്യത്തെ പരാതികൾ പൊട്ടിപ്പുറപ്പെട്ടത് ഈ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെയാണ്. ഈ ഒരു വിഷയം വന്നതെല്ലാം ഈ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിവിധ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകള്, പെൺകുട്ടികള് ഒക്കെ പരാതി കൊടുത്തുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഇന്നലെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകയും സിനിമയിൽ വർക്ക് ചെയ്യുന്നൊക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടി, അവര് കോൺഗ്രസിന്റെ അനുഭാവിയാണ്. പിന്നെ ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ചാറ്റ്, അത് കോൺഗ്രസിന്റെ ഏതോ പ്രവർത്തകയാണ്. വോയിസ് എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു പെൺകുട്ടിയാണ്. അപ്പോ ഇത് ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള 3 തെളിവുകളിൽ 2ഉം കോൺഗ്രസിന്റെ അനുഭാവികൾ തന്നെയാണ്, മറ്റാരെങ്കിലും കെട്ടിച്ചമച്ചതല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ വ്യക്തിയെ രാഹുൽ മാങ്കൂട്ടത്തെ ആരും ക്രൂശിക്കുകയാണ് എന്നുള്ള ഒരു നിലപാടിലേക്കൊന്നും ദയവേദർ ശ്രീ രാഹുൽ ഈശ്വർ പോകരുതാണ്. അവർക്കെതിരെ, അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് വന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം നോക്കൂ. കുറെ മാസങ്ങളായിട്ട്, ഞാൻ മനസ്സിലാക്കണം, കുറെ കാലങ്ങളായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് പോലും ഇതിനെതിരെ നടപടി എടുത്തിട്ടില്ല. ആ സമയത്താണ് അപർണ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾ നടപടി എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ഇതിന് തെളിവ് വേണമെന്ന്. നിങ്ങൾ ആലോചിച്ചോ, ഒരു MLA അപർണ സമ്മതിക്കുമോ? അപർണ പറയും രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണമാണ് നിങ്ങൾ പറയില്ലേ. ഇതിന് ഞങ്ങൾക്കൊരു ഇതര രാഷ്ട്രീയ കക്ഷിക്ക് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിനുള്ള തെളിവ് വേണം. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഞങ്ങൾക്ക് തെളിവ് ശേഖരിച്ചിട്ട് ഞങ്ങൾ എന്നാണ് ഞങ്ങളുടെ കിട്ടുന്നത് അന്ന് ഞങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ അതിന്റെ ഒരു സമയം ഞങ്ങൾക്ക് വേണമായിരുന്നു എന്ന്. നോക്കൂ, ഇന്ന് തന്നെ ഈ വിഷയം ഇത്രയായിട്ടും ഇപ്പോൾ ആരാണ് പരാതി കൊടുത്തിട്ടുള്ളത്? ഈ കേസിന്റെ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ മാറി നിന്നിട്ട് ഇത് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ നിലവിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇതിൽ യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്തവരാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നലെ വെളിപ്പെടുത്തിയിട്ടുള്ള പെൺകുട്ടികൾ അടക്കമുള്ള മുഴുവൻ ആളുകളും, ഇന്ന് മാധ്യമങ്ങളിൽ വന്നതും വരാത്തതുമായിട്ടുള്ള മുഴുവൻ ആളുകളും ശ്രീ VD സതീശന് പരാതി കൊടുത്തിട്ടുണ്ടെന്ന്. ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള മറ്റൊരു വ്യക്തി അവർ പറഞ്ഞെന്താ, ശ്രീ ഷാഫി പറമ്പിൽ MP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, നടപടി എടുത്തിട്ടില്ല. അപ്പൊ ആലോചിച്ച് നോക്കണം, പാർട്ടിക്കുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട MP-ക്ക്, പാർട്ടിക്കുള്ളിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിന്, ഇവർക്കാർക്കും പരാതി കൊടുത്തിട്ട് നടപടി എടുത്തിട്ടില്ല എന്ന്. അപ്പൊ ഇവർ തന്നെ ഈ വ്യക്തിയെ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ടാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം മറ്റു വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഞാൻ ശ്രീ രാഹുൽ ഈശ്വറിനോട് ഒരു കാര്യം കൂടി പറയാം. ഒന്ന്, നമുക്കൊരു സാമാന്യ യുക്തി, സാമാന്യ ബോധം എന്നൊക്കെ പറഞ്ഞ ഒന്ന് വേണം. ഒരു കാര്യം നമ്മൾ ഒരാള് കുറ്റവാളിയാണോ അല്ലെങ്കിൽ കുറ്റക്കാരനാണോ എന്നൊക്കെ കോടതി, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം തന്നെ എത്രയോ കാര്യങ്ങളിൽ എത്രയോ പേര് രാജിവെക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ കോടതിയിൽ നിന്ന് വിധി വന്നതിന് ശേഷമാണ്. അല്ല, പക്ഷെ ഇതിനകത്ത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഇതിനകത്ത് വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, ഇന്നത്തെ സോഷ്യൽ മീഡിയ നിങ്ങൾ എടുത്ത് നോക്കിയോ, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അവരുടെ അനുഭാവികൾ, അവരുടെ മുൻകാല പ്രവർത്തകർ, ഇവരൊക്കെ ഈ വ്യക്തിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇത്തരം സങ്കീർണമായിട്ടുള്ള ഒരു വിഷയത്തില് അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിൽ ഈ ഒരു
ഇതിന് രാജിവെക്കൽ മാത്രം പോരാ. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ രാജിവെക്കാൻ വേണ്ടി പറഞ്ഞ റീസൺ എന്താണ്? പാർട്ടി പ്രവർത്തകർക്ക് എന്നെ ന്യായീകരിക്കേണ്ടി വരും, അതുകൊണ്ട് രാജിവെക്കലാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ പണി എന്തായാലും ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനം കേസ് നേരിട്ടവരെല്ലാം ന്യായീകരിക്കുക എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു യുക്തി പോലും ഇല്ലാത്ത ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണ് അതിനെ രാജി വെച്ചിട്ടുള്ളതും. അതുകൊണ്ട് ഈ MLA സ്ഥാനത്ത് ഇരിക്കാൻ പോലും, കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പരാതിയല്ല, ഒരുപക്ഷെ അവർണയ്ക്കും തെളിവുകളില്ലാത്ത അല്ലെങ്കിൽ പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ടാവാം. ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടുള്ള വ്യക്തികൾ പോലും പറയുന്നു ഇനി ധാരാളം ആളുകൾ ഉണ്ടെന്ന്. അങ്ങനെ പല കോണുകളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും ഈവൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരം ഗുരുതരമായിട്ടുള്ള പരാതി വന്ന ഒരു വ്യക്തി വീടിനുള്ളിൽ കയറ്റാൻ വേണ്ടിയിട്ട് പോലും പാടില്ല എന്ന് പലരും പറഞ്ഞൊരു വ്യക്തി ഉടനടി രാജിവെക്കുക തന്നെയാണ് MLA സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ടത്. അത് കേവലം അവരുടെ പാർട്ടിക്കാരുടെ മാത്രം ആവശ്യമില്ല. ഈ തെരഞ്ഞെടുത്ത MLA എങ്ങനെ വിശ്വസിച്ച് അങ്ങോട്ടൊരു പരാതിയുമായിട്ട് സ്ത്രീ ചെന്ന് കയറും? ഒരു പെൺകുട്ടി അങ്ങോട്ട് എങ്ങനെ ചെന്ന് കയറാൻ വേണ്ടിയിട്ട് സാധിക്കും? അപ്പൊ ഇതൊന്നും ഈ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പോലും യോഗ്യല്ല ആണ് എനിക്ക് ഈ വിഷയമായിട്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്ത ഇതിനകത്ത് കുറ്റവാളിയാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് കൂടെ വരാം. രാഹുൽ ഈശ്വർ,